ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. മരിച്ചവരുടെ പേരും സ്ഥലത്തില്ലാത്തവരുടെ പേരും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിൽ നിന്ന് നീക്കം ചെയ്ത് നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകണമെന്ന് പൊതുവിതരണ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റേഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും മസ്റ്ററിംഗ് ചെയ്യാത്തവരെ കണ്ടെത്തുവാനുള്ള പരിശോധനയും ഉടൻ തുടങ്ങും. മഞ്ഞ പിങ്ക് കാർഡുകളിൽ 14 ലക്ഷത്തോളം പേർ ഇനിയും മസ്റ്ററിംഗ് ചെയ്യുവാനുണ്ടെന്നാണ് കണക്കുകൾ. പലവട്ടം സമയം നീട്ടി നൽകിയിട്ടും മസ്റ്ററിംഗ് ചെയ്യാത്ത ഇത്തരക്കാരെ റേഷൻ ഇൻസ്പെക്ടർമാർ ഇനി ഫോണിൽ വിളിക്കുന്നതായിരിക്കും. ഇനി ഫോണിൽ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നേരിട്ടെത്തി കണ്ടുപിടിക്കുവാനാണ് ശ്രമം. ജീവിത നിലവാരം ഉയർന്നിട്ടും റേഷൻ കാർഡിലെ കാറ്റഗറി മാറ്റാത്ത 200 പേരെ കണ്ടെത്തി അടുത്തിടെ പിഴ ഈടാക്കിയിരുന്നു. അനർഹമായി കൈപ്പറ്റിയ റേഷൻ നഷ്ടം തിരിച്ചു പിടിക്കാൻ പൊതുവിതരണ വകുപ്പ് താലൂക്ക് അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണ്. അതേസമയം സംസ്ഥാനത്തിന് പുറത്തായതിനാൽ റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവരെ മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ല. ഇത്തരത്തിൽ സംസ്ഥാനത്തിന് പുറത്തുള്ളവരെ നോൺ റെസിഡൻസ് കേരള അഥവാ NRK വിഭാഗത്തിലേക്ക് മാറ്റി രേഖപ്പെടുത്തണമെന്നാണ് അറിയിപ്പ്. ഇല്ലെങ്കിൽ കാർഡിൽ നിന്ന് ഒഴിവാക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നാട്ടിൽ ഇവർ മടങ്ങിയെത്തുമ്പോൾ അവർക്ക് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരവും കാർഡിൽ തിരിച്ചു കയറുവാനും സാധിക്കും. സെപ്റ്റംബറിൽ ആരംഭിച്ച മസ്റ്ററിംഗ് നിലവിൽ 1,48,00,000 പേരാണ് ചെയ്തത്. ഇനിയും 14 ലക്ഷം പേരാണ് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ളത്. അടുത്ത അറിയിപ്പ്, മുൻഗണനേതര റേഷൻ കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്കുള്ള ടേസ് ഓവർ വിഹിതമായി കേന്ദ്രം അനുവദിക്കുന്ന 4 ലക്ഷം ടൺ അരിവിഹിതം കൂട്ടണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം തൽക്കാലത്തേക്ക് പരിഗണിക്കുന്നില്ല. 2016 ഭക്ഷ്യനിയമം നടപ്പായപ്പോൾ 57% കാർഡുകളാണ് ഈ വിഭാഗത്തിലേക്ക് മാറിയത്. 10 രൂപ 90 പൈസ നിരക്കിലാണ് ഇവർക്ക് അരി നൽകുന്നത്. 4 ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം ഇതിനായി നൽകുന്നത്. കഴിഞ്ഞ മാസവും ഇത് കൂട്ടണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെങ്കിലും സെൻസസിന് ശേഷം മാത്രമേ ഇത് പരിഗണിക്കൂ എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ API കാർഡുകളായ നീലവെള്ള കാർഡുകാർക്ക് അരിവിഹിതം ഉടനെയൊന്നും കൂടുവാൻ സാധ്യതയില്ല. അടുത്ത അറിയിപ്പ്, ഈ ജനുവരി മാസത്തിലെ റേഷൻ വിഹിതം വാങ്ങാത്തവർ ശ്രദ്ധിക്കുക. വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന റേഷൻ വാങ്ങുക. ജനുവരി 27 മുതൽ റേഷൻ വ്യാപാരികൾ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അടച്ചിട്ട് അനിശ്ചിതകാല സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേതന പരിഷ്കരണവും ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് സമരം. അനിശ്ചിതകാല സമയമായതിനാൽ തന്നെ ഇത് എന്ന് അവസാനിക്കുമെന്ന് പറയാൻ സാധിക്കാത്തതിനാൽ ജനുവരി 27 മുമ്പായി റേഷൻ കടകളിലെത്തി റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.